BCOC 134 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് തിയറി ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പാർട്ട് എയിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് ഡു യു മീൻ ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്സ് വിത്ത് ഹൈപ്പത്തറ്റിക്കൽ എക്സാമ്പിൾ. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്കറിയാം, ലളിതമായ പലിശ രീതിയാണ്. എന്നാൽ കൂട്ടുപലിശ രീതിയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. രണ്ടും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഉത്തരങ്ങളാണ് നമുക്ക് നൽകുക. നമുക്ക് ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് സങ്കല്പിച്ച് എഴുതിയതിനു ശേഷം വ്യത്യാസങ്ങൾ എത്രമാത്രം ഭീകരമാണെന്നൊന്നും മനസ്സിലാക്കി തരാമോ എന്ന രീതിയിലാണ് ചോദ്യം. 15 മാർക്കിനാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ രീതിയിൽ ഉത്തരം എഴുതാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഒറിജിനൽ എമൗണ്ട് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓർ ലോൺ. നമ്മൾ എവിടെയെങ്കിലും പണം നിക്ഷേപിച്ചാലാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ലോൺ എടുത്താലാവട്ടെ, അതിന്റെ ഒറിജിനൽ എമൗണ്ട് മേലാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വൈ? അതേസമയം compound interest is calculated on the original amount plus any interest that has accumulated. ഒറിജിനൽ എമൗണ്ടിന്റെ കൂടെ ഇതുവരെയും എന്തെങ്കിലും പലിശ ഉണ്ടെങ്കിൽ ആ പലിശയും കൂടി കൂട്ടിച്ചേർത്ത് പുതിയ ഒരു എമൗണ്ട് കണക്കാക്കിയിട്ടാണ് നെക്സ്റ്റ് ഇയറിൽ അതിന്റെ പലിശ കണക്കാക്കുക. അതായത് മുതലിന്റെ കൂടെ ആ നാളെ വരെയുള്ള പലിശയും കൂടി ചേർത്താൽ കിട്ടുന്ന പുതിയ തുകയുടെ പെർസെൻറ്റേജ് ആയിരിക്കും അടുത്ത വർഷം എടുക്കുക. വീണ്ടും ആ അടുത്ത വർഷം കിട്ടുന്ന പലിശയും കൂടി മുതലിന്റെ കൂടെ ചേർക്കുമ്പോൾ ഒരു വലിയ സംഖ്യയാവും. അതിനനുസരിച്ച് വീണ്ടും അതിന്റെ പെർസെൻറ്റേജ് ആയിരിക്കും പിന്നത്തെ വർഷത്തെ പലിശ കാണുക. അതാണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്. മുതലും പലിശയും ചേർന്ന തുകയുടെ പലിശ, അതാണ് കൂട്ടുപലിശ. ഇവിടെ ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഹൈപ്പത്തറ്റിക്കൽ എക്സാമ്പിൾ അവർ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റില് ഇഫ് യു ഡെപ്പോസിറ്റ് ₹10,000 ഇൻ എ സേവിങ്സ് അക്കൗണ്ട്, ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ 10,000 രൂപ ഇട്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ഏൺസ് 5% ഇൻട്രസ്റ്റ് ആനുവലി. വാർഷികമായിട്ട് 5% പലിശയാണ് നിങ്ങൾക്കത് നൽകുന്നതെന്ന് വിചാരിക്കുക. യു വിൽ ഏൺ ₹500 ഇൻ ഇൻട്രസ്റ്റ് ഓൺ യുവർ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. 10,000ന്റെ 5% എന്ന് പറയുന്നത് 10% 1000 ആണ്. സോ 5% എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി 500 രൂപ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ ഓരോ വർഷവും 10,000ത്തിന് 500 ആവും. പിറ്റേ കൊല്ലാവുമ്പോഴേക്കും ഒരു വർഷം കഴിയുമ്പോൾ 10,000ത്തിന്റെ കൂടെ 500 കൂടി പലിശ ചേരുമ്പോൾ. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് യു ഇൻവെസ്റ്റ് ₹10,000 ഫോർ 10 years, 10 വർഷത്തേക്ക് 10,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുക. 8% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 10 years വിത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിൽ ബി, 10 വർഷം കഴിയുമ്പോൾ ടോട്ടൽ എമൗണ്ട് മുതലും പലിശയും ചേർത്ത് നിങ്ങൾക്ക് 21,589 രൂപയായിരിക്കും. അതേസമയം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആവട്ടെ തീർച്ചയായിട്ടും 10,000ത്തിന്റെ കൂടെ ഒരു 8,000 മാത്രമാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. അതായത് 18,000 കിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നല്ലത്. അല്ല, നിങ്ങൾ ലോൺ എടുക്കുന്നിടത്താണെങ്കിലോ നിങ്ങൾക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ലോണാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് ലോൺ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടവ് കൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്ര അനുകൂലമാവില്ല എന്നർത്ഥം. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റ്മെന്റുകളിലെ ബിസിനസ് ട്രാൻസാക്ഷനുകളിലെ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളുടെ കാര്യത്തിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അത് മൾട്ടിപ്പിൾ ഇയേഴ്സിലാണ്, ഒന്നിലേറെ വർഷങ്ങളിലേക്കാണ് അതിന്റെ നിക്ഷേപ കാലാവധിയൊക്കെ വരിക. അതുകൊണ്ട് അപ്പോൾ അത്തരം ബിസിനസ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റുകളിലൊക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് സാധാരണ പറയാറ്. ഇറ്റ് ക്യാൻ ബി എ പവർഫുൾ ഫാക്ടർ ഇൻ വെൽത്ത് ക്രിയേഷൻ. കാരണം നമ്മുടെ സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ ഒരു വലിയ ഫാക്ടറാണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ആകാം. ഹവർ ഇറ്റ് ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് യു ഓവ് ഓൺ എ ലോൺ. ഒരു ലോണിന്മേൽ നിങ്ങൾ കടബാധ്യതപ്പെട്ടിരിക്കുന്ന പലിശയുടെ അളവ് വർദ്ധിപ്പിക്കാനും അത് കാരണമാകും. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന രീതി അത്ര നല്ലതല്ല. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതാണ് വ്യത്യാസം. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ക്യാൻ ഹെൽപ്പ് യു make better decisions in your business decisions, and also in your borrowing, and also in the savings method that you select. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സേവിങ്സ് മെത്തേഡ് ഏതാണ് എന്നത് തീരുമാനിക്കുന്നതിനും നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.